ഹായ്. ആശങ്കയുണ്ടാക്കുന്ന ഒരു വാർത്ത തലസ്ഥാനത്ത് നിന്ന് വരുന്നുണ്ട്. വിഴിഞ്ഞത്ത് ഭക്ഷ്യവിഷബാധയേറ്റ് 2 പേർ മരിച്ചു. തലസ്ഥാനത്ത് താമസിക്കുന്നവർക്കറിയാം, ആഹാരം പ്രിയരായിട്ടുള്ളവരെ സംബന്ധിക്കുന്നിടത്തോളം ഏറെ ഒരു ആശങ്ക സൃഷ്ടിക്കുന്ന വാർത്തയാണ്. അതായത് വിഴിഞ്ഞം സ്പോട്ട് എന്ന് പറയുന്നത് വൈകുന്നേരങ്ങളിൽ മീൻ വിഭവങ്ങൾ കഴിക്കാൻ, കാര്യം വിഴിഞ്ഞ ഹാർബറിനോടനുബന്ധിച്ച് നല്ല ഫ്രഷ് മത്സ്യങ്ങൾ കിട്ടുന്നതുകൊണ്ട് തന്നെ, കാര്യം അവിടങ്ങളിൽ നിന്ന് ഈ മത്സ്യബന്ധനത്തിന് പോകുന്നവർ ഫ്രഷ് മീനുകൾ അത് വാങ്ങി അവിടെ പല ചെറിയ ഹോട്ടലുകളിൽ നല്ല മത്സ്യവിഭവങ്ങൾ നമുക്ക് പ്രിപ്പയർ ചെയ്ത് തരുന്ന ഇടങ്ങളാണ് വിഴിഞ്ഞം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ളവർ പലതവണ വിഴിഞ്ഞത്ത് രാത്രി കാലങ്ങളിൽ ഈ മത്സ്യവിഭവങ്ങൾ, നല്ല രുചിയുള്ള മത്സ്യവിഭവങ്ങൾ കഴിക്കാൻ പോകുന്ന ഇടമാണ്. അവിടെ 2 പേർ ഭക്ഷ്യവിഷബാധ ഏറ്റു എന്നുള്ള ഞെട്ടിക്കുന്ന വിവരമാണ് പുറത്തു വരുന്നത്. ഒരുപക്ഷെ ഭക്ഷണപ്രേമികൾക്ക്, ഇന്നലെ രാത്രി അവിടെ നിന്ന് ഭക്ഷണം കഴിച്ച പലർക്കും ഇന്നിപ്പോൾ വല്ലാത്ത ആശങ്കയോ അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ഇവിടെ പോയി ഭക്ഷണം കഴിക്കാൻ ഒരു വല്ലാത്ത ഭയമുണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. കാര്യം ഇങ്ങനെ ഒരു സംഭവം അവിടെ നിന്ന് മത്സ്യവിഭവം കഴിച്ചതിന് ശേഷം ഉണ്ടായതാണോ? കാര്യം കൂടുതലും മത്സ്യവിഭവങ്ങൾ മാത്രം ലഭിക്കുന്ന സായാഹ്നങ്ങളിൽ അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിൽ മാത്രം, അത് ഈ നൈറ്റ് ഫുഡ് ലൈഫ് സ്റ്റൈൽ എന്നൊക്കെ പറയുന്ന പോലെ രാത്രി എന്തെങ്കിലുമൊക്കെ സന്തോഷത്തിന് വേണ്ടി പോയി നല്ല നല്ല മത്സ്യങ്ങൾ, അത് ഫ്രഷായിട്ട് ഇവിടങ്ങളിൽ നിന്ന് തന്നെ മത്സ്യബന്ധനക്കാർ കൊണ്ടുവരുന്ന മത്സ്യങ്ങൾ വാങ്ങി വെച്ചതിന് ശേഷം അത് കൊഞ്ചായിക്കോട്ടെ, ചൂരയായിക്കോട്ടെ, അല്ലെങ്കിൽ അമൂർ ഉൾപ്പെടെയുള്ള വലിയ മത്സ്യങ്ങൾ, നല്ല ഫ്രഷ് ആയിട്ടുള്ള മത്സ്യങ്ങളുടെ വിഭവങ്ങൾ കിട്ടുന്ന ഇടമാണ്. അവിടെയാണ് ഇപ്പോൾ വിഴിഞ്ഞം പള്ളിയുടെ തൊട്ടടുത്തുള്ള ഒരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച ചടയമംഗലം സ്വദേശികളായിട്ടുള്ള ഷാജിയും ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഉമ്മയുമാണ് ഇപ്പോൾ മരണപ്പെട്ട വിവരം പുറത്തു വരുന്നത്. അവർ ഭക്ഷണം കഴിച്ചിട്ട് പോയതിനു ശേഷം യാത്രാമധ്യേ ഛർദിലുണ്ടാകുന്നു, അതിനുശേഷം ദേഹാസ്വാസ്ഥ്യമുണ്ടാകുന്നു. അവർ ആശുപത്രിയിൽ ചികിത്സ തേടിയതിനു ശേഷം അവിടെ വെച്ച് മരണപ്പെടുന്നു എന്ന സാഹചര്യം ഉണ്ടായി. ഇത് ഭക്ഷ്യവിഷബാധയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഹോട്ടൽ അടച്ച് പൂട്ടിയിട്ടുണ്ടെന്നും പറയപ്പെടുന്നുണ്ട്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ വിഴിഞ്ഞത്ത് ഇത്തരം ബിസിനസ് നടത്തുന്നവരോടുള്ള ഒരു റിക്വസ്റ്റാണ് ഈ വാർത്ത പുറത്തു വരുമ്പോൾ. കാര്യം നിങ്ങൾ നടത്തുന്ന ആ ഒരു സംരംഭത്തിൽ ദയവ് ചെയ്തും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു അപകടം നാളുകളിൽ അവിടെ ആൾക്കാർ വരാതായാൽ നിങ്ങളുടെ ബിസിനസ്സിനെ ബാധിക്കും. അതുകൊണ്ട് അവിടെ ഈ മത്സ്യങ്ങളൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ പഴകിയ ഭക്ഷണങ്ങൾ പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കണം. കാര്യം അവിടുത്തെ നിങ്ങൾ കിട്ടുന്ന സമയത്തായിരിക്കും ഇതെല്ലാം സ്റ്റോക്ക് ചെയ്യുന്നത്. അത് ഈ ലാഭക്കൊതി കൊണ്ട് നിങ്ങൾ ആൾക്കാരുടെ ആരോഗ്യത്തെ നോക്കാതെ ഈ മത്സ്യവിഭവങ്ങൾ നിങ്ങളെ പ്രതീക്ഷിച്ച് അവിടെ കഴിക്കാൻ വന്നവർ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് അവിടെ കഴിച്ച മറ്റാർക്കും അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. എന്തുകൊണ്ടാണ് ഇവർക്ക് മാത്രം സംഭവിച്ചു എന്നുള്ളതിനെ സംബന്ധിച്ച് അന്വേഷണം നടക്കുന്നുണ്ട്. ഹോട്ടൽ പൂട്ടിച്ച് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഉൾപ്പെടെ ഇതിനെ സംബന്ധിച്ചുള്ള പ്രാഥമിക പരിശോധനകൾ നടത്തുന്നുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇവരോടൊപ്പം 3 പേരാണ് ഭക്ഷണം കഴിച്ചത്. ഒരാൾ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണെന്ന് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഒരു കാര്യം വിഴിഞ്ഞത്തെ ഈ ഹോട്ടലുകാരോട് പറയാനുള്ളത്, നിങ്ങൾ അവിടെ വരുന്ന ജനങ്ങളുടെ സുരക്ഷിതത്വം അത് ഉറപ്പാക്കാനുള്ള ഉത്തരവാദിത്വം കൂടി നിങ്ങൾക്കുണ്ട്. കാര്യം ഈ ജനം അവിടെ വന്നാലേ നിങ്ങൾക്ക് എന്ത് നടക്കുകയുള്ളൂ, അവിടെ ബിസിനസ് നടക്കുകയുള്ളൂ, നിങ്ങളുടെ ജീവിതം കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. നല്ലൊരു ബിസിനസ് സംരംഭമാണ്. നല്ല മത്സ്യം കഴിക്കാൻ താല്പര്യമുള്ളവർ, അത് വെറൈറ്റി ഐറ്റം, അത് ഈ മത്സ്യത്തിൻ്റെ മുട്ടയെന്നൊക്കെ പറയുന്ന സംഭവങ്ങളൊക്കെ അവിടെ പോയി ഫ്രൈ ചെയ്ത് വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ട്. തലക്കറികൾ, കണവ, അങ്ങനെ കൂന്തൽ എന്നൊക്കെ പറയുന്ന അങ്ങനെ പല ഐറ്റം മത്സ്യങ്ങൾ നല്ല ഫ്രഷായിട്ടും ഈ ബീച്ചിൽ നിന്ന് നേരെ ഇവിടത്തേക്ക് ഇവർ വാങ്ങി അതിനെ നമ്മുടെ മുന്നിലേക്ക് കുക്ക് ചെയ്തുകൊണ്ട് തരുമ്പോൾ അതൊരു വല്ലാത്ത ഫുഡ് എക്സ്പീരിയൻസ് ആണ് ഒരു ഭക്ഷണപ്രേമിയെ സംബന്ധിക്കുന്നിടത്തോളം. അങ്ങനെയുള്ള ഇടങ്ങളിൽ നിങ്ങൾ ഉറപ്പാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത്തരം സംഭവവികാസങ്ങൾ ഉണ്ടായാൽ അങ്ങോട്ടേക്ക് ആൾക്കാർ വന്നില്ലെങ്കിൽ തകർന്നു പോകുന്നത് നിങ്ങളെപ്പോലുള്ള ചെറുകിട ബിസിനസ്സുകാരാണ്. അപ്പോൾ അവിടെ വരുന്നവർക്കും സുരക്ഷിതമായിട്ടുള്ള ഭക്ഷണം ഉറപ്പാക്കണം. കാര്യം പഴക്കം ചെന്ന ഭക്ഷണം ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ലാഭക്കൊതി കൊണ്ട് അത് വീണ്ടും പ്രിപ്പയർ ചെയ്ത് നോക്കി കാശാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഒരാൾ ചെയ്താൽ മതി ആ ഒരു ഇൻസിഡന്റ് ഉണ്ടാക്കുന്ന പ്രത്യാഘാതം നിങ്ങളെ മുഴുവൻ പേരെയും ബാധിക്കുന്ന ഒരു അവസ്ഥയുണ്ടാകും. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ് തകർന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബങ്ങൾ കൂടുതൽ പ്രതിസന്ധിയാകുന്നത്. അതോടൊപ്പം തന്നെ ആ മത്സ്യബന്ധനത്തിന് പോകുന്നവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന വരുമാനം കൂടി നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് ഈ കാര്യത്തിൽ സർക്കാർ സംവിധാനങ്ങൾ ഉൾപ്പെടെ തന്നെ വളരെ കൃത്യമായിട്ട് ഈ വിഷയങ്ങളിൽ ഇടപെടേണ്ടതുണ്ട്. ഇങ്ങനെ പഴകിയ മത്സ്യങ്ങൾ അവിടെ മാസങ്ങളോളം സൂക്ഷിച്ചു വെച്ചിട്ട് ചിലപ്പോൾ എല്ലാ ദിവസവും കച്ചവടം നടക്കണമെന്നില്ല. ഇവരേതെങ്കിലും മീനൊക്കെ വാങ്ങിച്ചു വെച്ചാൽ നിങ്ങളൊരു നിശ്ചിത ദിവസം 1-2 ദിവസം അതിന് കാര്യം ഫ്രഷ് മത്സ്യം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ വരുന്നിടത്ത് ഇപ്പോൾ ഇൻ കേസ് ഇവർക്ക് അങ്ങനെ ഏതെങ്കിലും പഴകിയ മത്സ്യം കുക്ക് ചെയ്ത് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൽ നിന്ന് വിഷബാധ ഏറ്റതാണോ എന്നൊന്നും അറിയില്ല. പക്ഷെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആ 2 ജീവൻ ഒരിക്കലും തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ചെയ്യുന്നത് ഒരു വരുമാന മാർഗമാണ്. അതിനോട് നീതി പുലർത്തുക. വന്ന് കഴിക്കുന്നവരെ ലാഭക്കൊതിക്കപ്പുറം അവരുടെ ആരോഗ്യ പരിരക്ഷ കൂടി നിങ്ങൾ ഉറപ്പാക്കിയില്ലെങ്കിൽ ഇത്തരം കാശുകൾ കൊണ്ട് എന്ത് നേട്ടമാണുള്ളത് എന്ന് അവരോട് ചോദിച്ചു പോവുകയാണ്. ആ ഒരു സംരംഭങ്ങൾ തകർന്നു പോകുന്നതെന്ന് ആഗ്രഹിക്കുന്ന ഒരാളല്ല. അത്തരം സംരംഭങ്ങൾ വേണം. പക്ഷേ ആ സംരംഭങ്ങൾ നടത്തുമ്പോൾ അത് ചെയ്ത് നിങ്ങളുടെ ജീവിതം കൂടി പുലർത്തുമ്പോൾ അവിടെ വരുന്ന മനുഷ്യരുടെ ആരോഗ്യം കൂടി നിങ്ങൾ
ഉറപ്പാക്കേണ്ടത് ഉത്തരവാദിത്തമാണെന്നൊരു വളരെ ശക്തമായിട്ടുള്ള ആവശ്യം ഉന്നയിക്കുന്നു. അത് ഉറപ്പാക്കാൻ സംവിധാനങ്ങൾക്കും കൃത്യമായിട്ടുള്ള ഉത്തരവാദിത്വമുണ്ട്. ഇത്തരമൊരു വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഭക്ഷ്യസുരക്ഷ ശക്തമായി നടപ്പാക്കി അത്തരം ക്രൈറ്റീരിയകൾ മാനിക്കാത്ത സ്ഥാപനങ്ങളെ അടച്ചുപൂട്ടണം. കാര്യം പൊതുജനങ്ങളെ സംബന്ധിക്കുന്നിടത്തോളം അവരവരുടെ ജീവനും അവരവരുടെ ആരോഗ്യവും ഒരു ആശങ്ക തന്നെയാണ്. അതിൽ വീഴ്ച വന്നിട്ടുണ്ടെന്ന് അറിയുകയാണെങ്കിൽ തകർന്നു പോകാൻ പോകുന്നത് പലരുടെയും സ്വപ്നങ്ങളാണ്. കാര്യം നീതിയുക്തമായി അവിടെ ഈ ബിസിനസ് സ്ഥാപനങ്ങൾ നടത്തുന്നവരുണ്ട്, അവിടെ പോയി കഴിക്കാറുണ്ട്, വളരെ മാന്യമായിട്ടുള്ള ഇടപെടൽ നടത്തുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ലാഭക്കൊതി കൊണ്ട് നടത്തുന്നവർ പോലും ഈ മുളച്ചു വരുന്നൊരു നാടാണല്ലോ നമ്മുടെ നാട്ടിലുള്ളത്. ഇപ്പോൾ ഈ ചെയ്തവരെയൊന്നും അല്ല പറയുന്നത്. നമ്മുടെ നാട്ടിൽ തന്നെ ഇന്നൊരു വാർത്ത വന്ന അറിയില്ലേ, നമ്മുടെ ആലിൻ എന്ന കുട്ടിയുടെ പേരിൽ പോലും വ്യാജ ID ഉണ്ടാക്കി കാശുണ്ടാക്കാൻ ശ്രമിക്കുന്നവർ ഉള്ളൊരിടത്ത് ഇത്തരം നല്ല സംരംഭങ്ങളെ നശിപ്പിക്കാൻ ഒരു ഇൻസിഡന്റ് മതി. അതുകൊണ്ട് ആ വിഷയത്തിൽ ഒരു ശക്തമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാകണം. അത്തരം സംരംഭങ്ങൾ തകർന്നു പോകാതെ ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള ക്ലാരിറ്റി ജനങ്ങളിലേക്ക് എത്തിച്ച് ആ സംരംഭങ്ങളെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ബന്ധപ്പെട്ട അധികൃതർ കാണിക്കണമെന്ന് മാത്രമാണ് അഭ്യർത്ഥിക്കാനുള്ളത്.